ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയെ കാത്ത് പുറത്ത് നിൽക്കുകയാണ് വസുന്ധര. അതേസമയം ശ്യാമ വരുമ്പോൾ വസുന്ധര പറയുകയാണ്, മോൾക്ക് വേണ്ടി ഞാനൊരു കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അമ്മയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇലയാടാ. ഇത് കേൾക്കുന്ന ശ്യാമ കൊതിയോടെ വസുന്ധരയും കൂട്ടിക്കൊണ്ട് അകത്തെ ചെന്ന് ഇലയട കഴിക്കുകയാണ്. അതേസമയം ഇത് കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുന്നു. അല്ല അമൃതയെ ഐശ്വര്യം കൂടി വിളിക്കാനായി വസുന്ധര പറയുമ്പോൾ അമൃത പറയുകയാണ്, ഞാൻ വിളിച്ചതാ അമ്മേ, അപ്പോൾ അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞത്. അല്ല മോളെ, ഒന്നുകൂടി വിളിച്ചു നോക്ക്, ശ്യാമ കഴിക്കുന്നത് കാണുമ്പോൾ വേണമെന്ന് തോന്നിയാലോ. അങ്ങനെ അമൃത ഐശ്വര്യയെ വിളിക്കാൻ ചെല്ലുമ്പോഴേക്കും ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് ഇലയുടെ കഴിക്കാൻ ഐശ്വര്യയോട് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ശ്യാമയെ ആദ്യം വിളിച്ചു, എന്നെ രണ്ടാമതും, ഇവരുടെ പരിഗണന തരുന്നതൊക്കെ കൊള്ളാം. അത്രയും പറഞ്ഞ് ഐശ്വര്യ അത് കഴിക്കാനായി എടുക്കുകയാണ്. തുടർന്ന് ഛർദ്ദിക്കാൻ വരുന്നത് വേണ്ടെന്ന് പറഞ്ഞ് ഐശ്വര്യ പോകാനൊരുങ്ങുമ്പോൾ വസുന്ധര ചോദിക്കുകയാണ്, മോൾക്ക് പിന്നെ എന്താ വേണ്ടത്? അത് പിന്നെ എനിക്ക് കുമ്പിളപ്പം വേണം. അയ്യോ മോളെ, കുമ്പിളപ്പത്തിന് തിരളിയിലേക്ക് വേണ്ടേ? അതൊക്കെ ഇപ്പോൾ എവിടുന്ന് കിട്ടാനാണെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അങ്ങാടിക്കടയിൽ കിട്ടുമെന്ന് ഐശ്വര്യ പറയുന്നു. എന്നാ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് അമൃത പറയുമ്പോൾ വേണ്ട, ഞാൻ അരുണിനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഐശ്വര്യ അകത്തേക്ക് പോകുന്നു. തുടർന്ന് ഐശ്വര്യ അരുണിനെ വിളിക്കുകയാണ്. എന്താ ഐശ്വര്യ, കാര്യം പറയാൻ അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഞാനേ ഐശ്വര്യ, അരുണിൻ്റെ ഭാര്യ. എൻ്റെ ഐശ്വര്യ, നീ കാര്യം പറ. അത് പിന്നെ അരുൺ, എനിക്കൊരാഗ്രഹം, കുമ്പിളപ്പം വേണം. അതിപ്പോൾ എവിടെ കിട്ടാനാണെന്ന് അരുൺ ചോദിക്കുമ്പോൾ എവിടെയും കിട്ടില്ലെന്നും വീട്ടിലുണ്ടാക്കാമെന്ന് ഏട്ടത്തി പറഞ്ഞെന്നും ഐശ്വര്യ പറയുന്നു. എന്നാൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അരുൺ കോൾ കട്ട് ചെയ്യാൻ പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അല്ല അരുണെ, കട്ട് ചെയ്യല്ലേ, തെരളിയില കൂടി വേണം കുമ്പിളപ്പം ഉണ്ടാക്കാനേ. തെരളിയിലയും വാങ്ങി വേഗം വരണേ അരുണേ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ കോൾ കട്ട് ചെയ്യുന്നു. തുടർന്ന് വസുന്ധര അങ്ങോട്ടേക്ക് വരുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഞാൻ അരുണിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അരുണിന് വലിയ സന്തോഷമായി. പിന്നെ അരുണിന് എന്നോടും കുഞ്ഞിനോടും വലിയ ഇഷ്ടമാ. ഇപ്പോൾ തിരളിയില കൊണ്ടുവരുമ്പോൾ ഞങ്ങളോടുള്ള ഇഷ്ടം അറിയാലോ. ആ സ്നേഹം ഇന്നറിയാം. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. അബോധാവസ്ഥയിലിരിക്കുന്ന ശ്രീകുട്ടി അരുണിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണുന്ന വനജ പറയുകയാണ്, ഇതിനെല്ലാം കാരണക്കാരി നീ മാത്രമാണ്. മര്യാദയ്ക്ക് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞ, നീ ഇപ്പോൾ ഇതിനെ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത്? മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വനജ പറയുമ്പോൾ ശ്രീകുട്ടി പറയുകയാണ്, എനിക്ക് അരുണങ്കിളിനെ കണ്ടാൽ മാത്രം മതി, എനിക്ക് വേറെ ഒരു കുഴപ്പവുമില്ല. തുടർന്ന് വനജ പറയുകയാണ്, ഇതേ നിർബന്ധ ബുദ്ധിയാ, അല്ലാതെ അസുഖമൊന്നുമല്ല. കുറച്ചുനാള് കാണാതിരിക്കുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഇനി വിളിക്കാനും കാണാനും ഒന്നും നിൽക്കണ്ട. മോൾക്ക് മുത്തശ്ശി പാൽപായസം ഉണ്ടാക്കി തരാമെന്ന് വനജ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ടെന്ന് ശ്രീകുട്ടി ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേൾക്കുന്ന വനജ അമ്മയും മോളും കൂടി അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. തുടർന്ന് ശ്രീകുട്ടി അശ്വതിയോട് അരുണിനെ കാണണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണണ്ട മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയാണ് അശ്വതി. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അരുൺ തിരികെ ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ്. വനജ പറഞ്ഞ ഓരോ കാര്യങ്ങളും അരുൺ ഓർക്കുകയാണ്. അതേസമയം തെരളിയില ഇല്ലാതെ വരുന്ന അരുണിനെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. അരുൺ, തെരളിയില എന്തേന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ ഞാൻ മറന്നുപോയെന്ന് അരുൺ പറയുന്നു. ഗർഭിണിയാണ്, എൻ്റെ ഒരു ചെറിയ ആഗ്രഹം പോലും അരുണിന് നടത്തി തരാൻ പറ്റുന്നില്ലല്ലേ എന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കവറുമായി അഖിൽ വരികയാണ്. ഇത് കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ പറയുകയാണ്, ദേ അരുൺ, അഖിലിനെ കണ്ടു പഠിക്ക്. അവനെ ശ്യാമയ്ക്ക് തേൻ നെല്ലിക്ക വേണമെന്ന് ആഗ്രഹം പറഞ്ഞതാ. അപ്പോൾ ഉടൻ തന്നെ അവൻ പോയി ദേ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു. നിന് എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാ തെരളിയില വാങ്ങാതിരുന്നത്. എൻ്റെ ഐശ്വര്യയെ ഞാൻ നിനക്ക് നാളെ വാങ്ങിത്തരാം. പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ കിട്ടണം, പോയി വാങ്ങിയിട്ട് വരാൻ ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ്, ദേ ഐശ്വര്യയെ, എൻ്റെ തലയാകെ പെരുത്തിരിക്കുകയാണ്, ഞാൻ ഒന്ന് പോയി കുളിക്കട്ടെ. ദേ അരുൺ, കുളിയും ജപവുമൊക്കെ പിന്നീട്, ആദ്യം പോയി തെരളിയില വാങ്ങിയിട്ട് വാ. തുടർന്ന് അരുണിനെ വീണ്ടും ഐശ്വര്യ തടയുമ്പോൾ ഐശ്വര്യയെ പിടിച്ച് തള്ളിയിടുകയാണ് അരുൺ. തുടർന്ന് വീണ്ടും അരുണിൻ്റെയും ഐശ്വര്യയുടെയും വഴക്ക് കാണുമ്പോൾ അഖിൽ പറയുകയാണ്, തെരളിയിലയല്ലേ നിങ്ങളുടെ പ്രശ്നം, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അഖിലല്ലോ എൻ്റെ ഭർത്താവ്, അരുണല്ലേ, അതുകൊണ്ട് അരുൺ തന്നെ പോയാൽ മതിയെന്ന് ഐശ്വര്യ വീണ്ടും പറയുന്നു. തുടർന്ന് ദേഷ്യത്തോടെ ഐശ്വര്യയെ തല്ലാനായി കൈ ഓങ്ങുകയാണ് അരുൺ. ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല, എന്നെ കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ളൊരു തൂണില് തൻ്റെ തലയിടിപ്പിക്കുകയാണ് ഐശ്വര്യ. ഇത് കാണുന്ന എല്ലാവരും കൂടി ഐശ്വര്യയെ പിടിച്ചു മാറ്റുകയാണ്. പെട്ടെന്ന് ഐശ്വര്യ തല ചുറ്റി താഴേക്ക് വീഴുന്നു. കാണുന്ന എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അഖിൽ പറയുമ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് ഐശ്വര്യ പറയുകയാണ്, വേണ്ട,
ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട. തുടർന്ന് ദേഷ്യത്തോടെ അരുണിനെ വിളിച്ച് മുറിയിലേക്ക് പോവുകയാണ് വർമ്മ. കാണുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, അരുണിനെ രഹസ്യമായി വഴക്കു പറയാൻ കൊണ്ടുപോവുകയാ. എന്റെ അഭിനയം എന്താണെങ്കിലും ഏറ്റിട്ടുണ്ട്. തുടർന്ന് വർമ്മയും വസുന്ധരയും കൂടി ഉപദ്രവിച്ചതിനും വഴക്കു പറഞ്ഞതിനും അരുണിനെ വഴക്കു പറയുകയാണ്. അതേസമയം ശ്യാമയും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അച്ഛ വഴക്കു പറയേണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, ഇവനെന്താ കൊച്ചുകുട്ടിയാണോ? ഇത്രയ്ക്കും പറഞ്ഞാൽ മനസ്സിലാകില്ലേ? തുടർന്ന് ശ്യാമ ഇടപെട്ട് അരുണിനെ മുറിയിലേക്ക് അയക്കുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല, മുറിയിലേക്ക് വാ, എന്നിട്ട് ബാക്കി ഞാൻ അവിടെ നിന്ന് തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന ഐശ്വര്യയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.